ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കല്ലിൽ കടുവ തോട്ടം തൊഴിലാളിയുടെ പശുവിനെയും നായയെയും കൊന്നു. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, കടുവയുടെ സാന്നിധ്യം എവിടെയാണ് കണ്ടെത്തിയത്? ഏത് രീതിയിലാണ് പിടികൂടാനുള്ള ശ്രമം? പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ കടുവ ഒരു എസ്റ്റേറ്റ് ലയത്തിന് തൊട്ടടുത്ത് തന്നെ വരികയും ഇതൊരു പശുവിനെ ആക്രമിക്കുകയും 2 നായ്ക്കളെയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഗ്രാമ്പി എന്ന എസ്റ്റേറ്റിലാണ്. ഇതിനോട് ചേർന്നുള്ള പ്രദേശമാണ് ഈ അരണക്കല്ല് എന്ന് പറയുന്ന പ്രദേശം. അവിടെയാണ് ഇന്നിപ്പോൾ പുലർച്ചെ 2 മണിയോടുകൂടി കടുവ എത്തുകയും നാരായണൻ എന്നയാളുടെ വളർത്തുനായെയും മറ്റൊരാളുടെ പശുക്കിടാവിനെയും കൊന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ പിൻകാലിന് പരിക്കുള്ള കടുവ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രാമ്പിയിലെത്തിയ കടുവ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലും വ്യക്തമാണ്. പുലർച്ചെ 2 മണിയോടുകൂടി തന്നെ ഈ തോട്ടം തൊഴിലാളി പെട്ടെന്ന് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും അവിടെ എത്തുകയും ചെയ്തിരുന്നു. വലിയ ശബ്ദം കേട്ടതിനെ തുടർന്നാണ് ഇയാൾ പുറത്തിറങ്ങി നോക്കുകയും ചെയ്തപ്പോഴാണ് കടുവ ഈ ലയങ്ങളുടെ വാതിൽക്കൽ തന്നെ നിൽക്കുന്നതായി കണ്ടത്. അപ്പോൾ അവിടെ നിന്നൊരു പശുക്കിടാവിനെ കടിച്ചു എടുത്തുകൊണ്ട് പോകുന്നതും കണ്ടു എന്നുള്ളതാണ് ഇയാൾ വനംവകുപ്പിനെ അറിയിച്ചിട്ടുള്ളത്. വനംവകുപ്പ് സംഘം അവിടെ തന്നെ ഈ ഗ്രാമ്പി എസ്റ്റേറ്റിന് സമീപത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയുള്ള സംഘമാണ് അവിടെ ഉള്ളത്. അവർ പെട്ടെന്ന് പുലർച്ചെ ആ സമയത്ത് തന്നെ അവിടെ എത്തുകയും പിന്നീട് അവിടെ നിന്ന് ഈ കടുവയാണെന്നുള്ള സ്ഥിരീകരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് പുലർച്ചെ വെട്ടം വീണ ശേഷം മാത്രമേ കടുവ എവിടെ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ഡ്രോൺ പറത്തി നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ട നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചു വരികയാണ്. സ്വാതി. ശരി, ആൽവിൻ, ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കല്ലിലാണ് കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. തോട്ടം തൊഴിലാളിയുടെ പശുവിനെയും നായയെയും കടുവ കൊന്നിട്ടുമുണ്ട്. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധന തുടരുകയാണ്.